ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജയാപജയം, അതിന്റെ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. നമ്മുടെ ശരീരത്തില് നമ്മൾ സ്വന്തമെന്ന് കരുതുന്ന ഈ ഒരു കോശ സമൂഹം ഉണ്ടല്ലോ, അതിൽ പകുതിയോ പകുതിയിലേറെയോ സൂക്ഷ്മ ജീവികളാണ്. സൂക്ഷ്മജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥയാണ്. നമ്മുടെ സ്വന്തം ശരീരകോശങ്ങൾ അല്ലാതെയുള്ളത് കാര്യമാണ് ഈ പറയുന്നത്. അപ്പോ ഇവ നമ്മുടെ ചയാപചയത്തെ നല്ലപോലെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: മൈക്രോബയോം ബാലൻസ് സപ്പോർട്ട്സ് ഡയജഷൻ ആൻഡ് എനർജി വൈൽ ഇംബാലൻസ് സ്ലോസ് മെറ്റാബോളിസം. സൂക്ഷ്മാണുജാലവും ചയാപചയവും. ജീവികളുടെ കുടലിൽ മൈക്രോബയോം എന്ന് വിളിക്കപ്പെടുന്ന ദശലക്ഷക്കണക്കിന് സൂക്ഷ്മാണുക്കൾ വസിക്കുന്നുണ്ട്. ഭക്ഷണം ദഹിപ്പിക്കാനും പോഷകങ്ങൾ ആഗിരണം ചെയ്യാനും ശരീരം കൊഴുപ്പും ഊർജവും ഉപയോഗിക്കുന്ന വിധം നിയന്ത്രിക്കാനും ഈ സൂക്ഷ്മാണുക്കൾ നമ്മെ സഹായിക്കുന്നു. അവ സന്തുലിതാവസ്ഥയിലായിരിക്കുമ്പോൾ ജീവിയുടെ ചയാപചയ പ്രവർത്തനം സുഗമമായി നടക്കുന്നു. എന്നാൽ ഈ സന്തുലിതാവസ്ഥ തകരാറിലാകുമ്പോൾ ദഹനം മന്ദഗതിയിലാകുന്നു. ഈ അസന്തുലിതാവസ്ഥ നീർവീക്കത്തിന് കാരണമാവുകയും നമ്മുടെ മെറ്റാബോളിസത്തെ ദുർബലമാക്കുകയും ചെയ്യും. ഈ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ രോഗാണു, കീടാണു, കേടാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അണുക്കൾ, മറ്റു ജീവികളും ജീവജാലങ്ങളും ഒന്നും നമ്മുടെ ശരീരത്തിൽ പാടില്ല. മറ്റൊരു ജീവിക്കും നമ്മുടെ ജീവിതത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആധുനിക മനുഷ്യനുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള അവൻ ഗ്ലാസ് ഹൗസുകളിലും 100% ഹൈജീനിക് ആയിട്ടുള്ള സംവിധാനങ്ങളിലും ജീവിച്ചു പോകുന്നത്. അപ്പോ അവന്റെ ജീവിതത്തിൽ മറ്റു ജീവജാലങ്ങൾക്കുള്ള സ്വാധീനം അവൻ മനസ്സിലാക്കാതെ വരികയോ മനസ്സിലാക്കിയിട്ടും കണ്ണടയ്ക്കുകയോ ചില കോൺസെപ്റ്റുകളുടെ പ്രവർത്തനയെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന്റെ അകത്ത്, പ്രത്യേകിച്ചും ബാഹ്യമായിട്ടുള്ള പരിസ്ഥിതിയിൽ നിന്നും നമ്മൾ എടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അകത്ത് കയറിപ്പോകുന്ന വഴിയിലൊക്കെ തന്നെ നമ്മളെയും പരിസ്ഥിതിയെയും തമ്മിൽ സംയോജിപ്പിക്കാൻ പാകത്തില് രൂപപരിണാമം നടത്തുന്ന സൂക്ഷ്മജീവികളുണ്ട്. ഇപ്പോ ഈ ഇലകൾ മണ്ണിലേക്ക് വീണ് കഴിയുമ്പോൾ ആ ഇലകളെ മണ്ണാക്കി മാറ്റുന്നത് സൂക്ഷ്മജീവികളാണ് അല്ലെ. ഭൂമിയുടെ അടിയിലുള്ള ചില ഘടകങ്ങളെ മരങ്ങൾ അവയുടെ വേരുകൾ ഉപയോഗിച്ച് വലിച്ചെടുത്ത് അത് മരങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇലകളായിട്ട് അത് പൊഴിക്കുന്നത്. അവയെ മണ്ണാക്കി മാറ്റാൻ അവിടെ സൂക്ഷ്മജീവികളാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ സസ്യജാലങ്ങളിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്ന ഭക്ഷ്യങ്ങളെ, സസ്യജാലങ്ങൾ മാത്രമല്ല, മാംസമാണെങ്കിൽ പോലും നമ്മൾ ഏതു തരം ഭക്ഷ്യവും നമ്മുടെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവയെ നമ്മുടെ ശരീരത്തിന് സ്വീകരിക്കാൻ പാകത്തിലുള്ള രൂപപരിണാമം സംഭവിപ്പിക്കുന്നത് ഈ സൂക്ഷ്മാണുജാലമാണ്. സൂക്ഷ്മാണു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അണുവല്ല, ദശലക്ഷക്കണക്കിന് അണുക്കൾ ചേർന്നിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ തന്നെ നമ്മുടെ ഈ എലമെന്ററി കനാലിനകത്തുണ്ട്. ഈസോഫേഗസ് മുതൽ കുടല് വരെയുള്ള എല്ലാ ഭാഗത്തും അവ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതിനകത്തുകൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ഇലകളെ പണ്ട് മണ്ണിൽ പരിണമിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരത്തിന് യോഗ്യമായ രീതിയിലേക്ക് പരിണമിപ്പിക്കുക എന്നുള്ളത് ഈ സൂക്ഷ്മാണുക്കളുടെ പണിയാണ്. അത് പൂർണ്ണമായിട്ടും നേരിട്ട് തന്നെ ദഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് കഴിയുന്നതല്ല. അപ്പോ ദഹിപ്പിക്കുക എന്ന് വെച്ചാൽ, ദഹനം എന്ന് പറയുന്നത് ഇപ്പോ ആമാശയം അതിന്റെ വിഘടനം ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം അതിൽ നിന്നും സ്വാംശീകരിക്കുക എന്നുള്ളതാണ് ചെറുകുടൽ ചെയ്യുന്നത്. അതിനുശേഷം അവയെ വിസർജ്യങ്ങളും കൂടെ ചേർത്തിട്ട് പുറന്തള്ളുക എന്നുള്ളതാണ് വൻകുടൽ ചെയ്യുന്നത്. ഈ പ്രക്രിയകളുടെ എല്ലാ ഘട്ടങ്ങളിലും അതാത് ഇടങ്ങളിൽ വേണ്ടുന്ന രീതിയിലുള്ള കൈമാറ്റ സംവിധാനം ചെയ്യുന്നത് ഈ സൂക്ഷ്മാണുജാലമാണ്. സൂക്ഷ്മാണുജാലം ഒരു ആവാസ വ്യവസ്ഥയായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പോൾ പോഷണങ്ങളെ ആഗിരണം ചെയ്യാൻ ഇവ വല്ലാതെ സഹായിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ശരീരം കൊഴുപ്പിനെ ആഗിരണം ചെയ്യുന്നത്, ഊർജത്തെ ഉപയോഗിക്കുന്നത്, ഇവയെല്ലാം നിയന്ത്രിക്കാൻ ഈ സൂക്ഷ്മാണുജാലം നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോ ഈ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തന ഘടനയുണ്ടല്ലോ, ശരീരകോശങ്ങളുടെ പ്രവർത്തന ഘടന, ഭക്ഷണത്തിന്റെ ഘടന, ഇവയ്ക്കിടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട്, അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന മീഡിയേറ്റർ ആയിട്ട്, പ്രോസസ് ചെയ്ത് അപ്പുറത്തേക്ക് കൊടുക്കുന്ന ഒരു മീഡിയേറ്റർ ആയിട്ട്, അല്ലെങ്കിൽ പലപ്പോഴും കൺട്രോൾ ചെയ്യുന്ന ആളായിട്ട് ഈ സൂക്ഷ്മാണുജാലം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നതിനെയാണ് സന്തുലിതാവസ്ഥയിലാണ് എന്ന് പറയുന്നത്. ഈ മൈക്രോബയോമുകൾ സന്തുലിതാവസ്ഥയിലാണെന്ന് പറയുന്നത് അപ്പോഴാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ചയാപചയം ഏറ്റവും നല്ല രീതിയിൽ ഓപ്റ്റിമം ലെവലിൽ സംഭവിക്കുക. പലപ്പോഴും നമ്മൾ ഇവിടെ കഴിക്കുന്ന രാസികങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ, സങ്കീർണമായിട്ട്, അത് നമ്മുടെ ശരീരത്തിന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള മൈക്രോബയോമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. ശരീരത്തിന് ഉതകാത്ത ഭക്ഷണങ്ങൾ, ഇപ്പൊ സിന്തറ്റിക് ഭക്ഷണങ്ങൾ കഴിക്കുന്നു. രാസികം എന്ന് പറയുന്നത്, രാസികമേ ലോകത്തുള്ളൂ എന്നൊരു വാദമുണ്ട്. രാസികം എന്ന് പറയുന്നത് ജൈവികത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനെയാണ് നമ്മൾ രാസികം എന്ന് കേവലമായിട്ട് പറയുന്നത്. ജൈവികവും രാസികം തന്നെ, പക്ഷെ ജൈവികതയ്ക്ക് സ്വയം പരിചരണ സ്വഭാവമുണ്ട്. അവയ്ക്ക് സൂക്ഷ്മബോധത്തിന്റെ സ്വാധീനമുണ്ട്. ആ ജൈവികതയുടെ, അതായത് സ്വന്തം പരിസരത്തെ അറിഞ്ഞ് സ്വയം പ്രവർത്തിക്കുന്നതാണ് ജൈവികം. രാസികം എന്ന് പറയുന്നത് പരിസരത്തിനനുസരിച്ച് അവയുടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. പരിസരത്തിനനുസരിച്ച് പരിസരത്തിന്റെ സ്വാധീനം കൊണ്ട് അത് പ്രവർത്തിക്കുന്നു. ഇവയായിട്ട് പ്രവർത്തിക്കുന്നു. ജൈവികം അങ്ങനെയല്ല. ജൈവികം എന്ന് വെച്ചാൽ അവയ്ക്ക് സ്വയം സംഘാടകത്വമുണ്ട്. ആ സ്വയം സംഘാടകത്വം കൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പോ അത്തരം ജൈവികമല്ലാത്ത രാസികങ്ങൾ, സിന്തറ്റിക് ആയിട്ടുള്ള ഘടകങ്ങൾ, അതുപോലെ തന്നെ സങ്കീർണം, മനുഷ്യ ശരീരത്തിന് കഴിക്കാൻ കഴിയുന്ന ഭക്ഷണം, ഇപ്പൊ ഫ്രൂട്ടേറിയൻ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വെജിറ്റേറിയൻ സിസ്റ്റത്തിലേക്ക് മാറുന്ന സമയത്ത് തന്നെ അവിടെ സങ്കീർണതകൾ കുറച്ച് കൂടുന്നുണ്ട്. പക്ഷെ അവിടെ നാരുകളും ഒക്കെ ഉള്ളത് കൊണ്ട് അവയുടെ ഇടപെടൽ കൊണ്ട് ദഹനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. അതേസമയം കൂടുതൽ സങ്കീർണമായ, ഇപ്പൊ ധാന്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ സങ്കീർണമാകുന്നു. ഇലക്കറികൾ കഴിക്കുന്ന സമയത്ത് അവ സങ്കീർണമാകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇലക്കറികളെ സഹായിക്കുന്നത് എന്താണ്? ഇലക്കറികളെ ദഹിക്കാൻ സഹായിക്കുന്നത് അതിലെ നാരുകളും ഒക്കെയാണ്. അല്ലാതെ എന്താ പറയാ, ഇലകളിലുള്ള ആ സാധനത്തിന്റെ പേരെന്താ, ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാവുന്ന ഹരിതകം എന്ന് പറയുന്നത്, അത് എനിക്ക് ആ പേര്, ക്ലോറോഫിൽ. അതെ, ക്ലോറോഫിലിനെ നേരിട്ട് ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. അതിന് ഈ മൈക്രോബയോമുകളുടെ ഒരു ആവശ്യമുണ്ട്. അതേസമയം നമ്മൾ കുറച്ചുകൂടെ സങ്കീർണമായിട്ടുള്ള, അതായത് ഒരു ശരീരം ഈ സൂക്ഷ്മജീവികളെ, സൂക്ഷ്മാംശങ്ങളെ, സസ്യത്തിന്റെ സൂക്ഷ്മാംശങ്ങളെ എടുത്ത് സൂക്ഷ്മജീവികൾ വഴി രൂപപ്പെടുത്തി ഗാഠമായ ശരീരമാക്കി മാറ്റിയതാണ് മാംസം. ആ മാംസം അകത്തേക്ക് കടക്കുന്ന സമയത്ത് അവയെ രൂപപരിണാമം നടത്തണമെങ്കിൽ ശരിക്കും മൈക്രോബയോമുകൾ നല്ല രീതിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇനി അതിലും സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ മൈക്രോബയോമിന് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും. മൈക്രോബയോമിന് ഈ ചെല്ലുന്ന ഭക്ഷണത്തെ കൺവെർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വിഘടനം ചെയ്യാനോ കഴിയാത്തൊരവസ്ഥ വരും. അപ്പൊ ഇങ്ങനൊരു അവസ്ഥ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജീവാംശമില്ലാത്ത ഭക്ഷണത്തിന്റെ ആ ഒരു സ്വഭാവം നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങും. പാചകം ചെയ്ത ഭക്ഷണങ്ങളെല്ലാം തന്നെ മൈക്രോബയോമുകളെ കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പാചകം ചെയ്ത ഭക്ഷണം, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ കഞ്ഞി ഉണ്ടാക്കി അത് പഴങ്കഞ്ഞിയാക്കി ഇരിക്കട്ടെ, പഴങ്കഞ്ഞിയാകുന്ന സമയത്ത് അതിനകത്ത് ഈ ഫെർമെന്റൈസ് ചെയ്തിട്ട് അതിനകത്തൊരു മൈക്രോബയോം എൻവയോൺമെന്റ് ഉണ്ടായി വരും. അപ്പോ നമ്മള് ഈ ഏറ്റവും ഹൈജീനിക് ആണ് എന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പലതിനും ഈ മൈക്രോബയോമുകളുടെ ഒരു പശ്ചാത്തലം അതിനകത്തുണ്ടാവില്ല, അല്ലെങ്കിൽ അത് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നിലവിലുള്ള മൈക്രോബയോമുകൾ ഇല്ലാതെയാവും. അതുപോലെ ഔഷധ സേവ മൈക്രോബയോമുകൾ ഇല്ലാതെയാക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ മൈക്രോബയോമുകളെ ഇല്ലാതെയാക്കുന്ന ഒരു പശ്ചാത്തലം നമ്മൾ സൃഷ്ടിക്കുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ സന്തുലിതാവസ്ഥ ഇല്ലാതെയാവും. ആ സന്തുലിതാവസ്ഥ ഇല്ലാതെയാകുന്ന സമയത്ത് ദഹനം മന്ദഗതിയിലാവും. ചിലപ്പോൾ ദഹനം നടന്നില്ല എന്ന് വരും. ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്ന് വരും. ഈ അസന്തുലിതാവസ്ഥ നീർവീക്കം പോലുള്ള കാര്യങ്ങൾക്ക് കാരണമാകും. അവിടെ പ്രോപ്പറായിട്ടുള്ള ഈ പോഷക കൈമാറ്റം നടക്കാതെ വരും. അതിനു പകരം അവയ്ക്കു പകരമായിട്ടും മറ്റു ചില രാസികങ്ങളെ ഉരുവാക്കി അത് ശരീരത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന സ്വഭാവം വരും.
അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മെറ്റാബോളിസം എന്നുള്ളത് വളരെയധികം ദുർബലമായി തീരും. അപ്പൊ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഒന്ന് ജൈവമായിട്ടുള്ള ജീവസുറ്റ ഭക്ഷണങ്ങൾ കഴിക്കുക. ജൈവം എന്ന് വെച്ചാൽ ജൈവ വളമിട്ടുണ്ടാക്കിയ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, ജീവസുറ്റ ഭക്ഷണം കഴിക്കുക. രാസികങ്ങളുടെ സ്വാധീനം കുറയ്ക്കുക. അതുപോലെ തന്നെ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ, അത് പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ അല്പം ഫെർമെന്റൈസ് ചെയ്ത കാര്യങ്ങൾ കൂടെ കൂട്ടും. ഇപ്പൊ തൈര്, യോഗട്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ മൈക്രോബയോമിന്റെ ഒരു അംശം കൂടുതലുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുക തുടങ്ങിയതിലൂടെ നമുക്ക് നമ്മുടെ മൈക്രോബയോം ബാലൻസിനെ മെച്ചപ്പെടുത്താൻ പറ്റും. എന്നാലും കൂടുതലും വൈവിധ്യമാർന്ന ജീവസുറ്റ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെയാണ് മൈക്രോബയോമിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുക. അപ്പൊ അതിന് ഉള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് വയറിനകത്തെ മൈക്രോബയോമിന്റെ അളവിനെ ഇല്ലാതെ ആക്കുന്ന നമ്മുടെ പ്രക്രിയകൾ കുറയ്ക്കാൻ കഴിയും. അതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയും. മെറ്റാബോളിസം അതുവഴിയും മെച്ചപ്പെടും. അപ്പോൾ മെറ്റാബോളിസം അല്ലെങ്കിൽ ചയാപചയ പ്രക്രിയ നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ അത് അകത്ത് കിടക്കുന്ന ആവാസ വ്യവസ്ഥയെ നമ്മൾ അറിയേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്, അതിനനുഗുണമായി ഉള്ള ജീവിതശൈലി പുലർത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമാണ് ചയാപചയ പ്രക്രിയ നല്ല രീതിയിൽ മുൻപോട്ട് പോവുക. ഈ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.